ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹീതമായ പരിശുദ്ധ നോമ്പിൻ്റെ നല്ല ദിനങ്ങളിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. രക്ഷയുടെ കുരിശിങ്കിലേക്കും പ്രത്യാശയുടെ ഉയർപ്പിലേക്കും ഓരോ നിമിഷവും നാം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹീതമായ ഈ ദിവസം വേദചിന്തയ്ക്കായിട്ട് ലഭിച്ചിരിക്കുന്ന ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉപമയായിട്ടാണ് ഈ ഉപമയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്നുമല്ല, മുടിയനായ പുത്രന്റെ ഉപമയാണ് ഈ ഭാഗത്തിലൂടെ കർത്താവ് പറയുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തെ തന്നെ ഉപമകളുടെ അധ്യായം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം 3 ശ്രേഷ്ഠമായ ഉപമകളാണ് ഈ ഭാഗത്ത് നമുക്ക് യേശുദമ്പുരാൻ നൽകുന്നത്. എന്തുകൊണ്ടാണ് യേശുദമ്പുരാൻ ഈ ഉപമ പറയുന്നത് എന്നുള്ളത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം ഇപ്രകാരം വായിക്കുന്നു: ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന മനുഷ്യർ എപ്പോഴും സമൂഹത്തിൽ നിന്ന് അകറ്റി മാറ്റപ്പെട്ടവരും സ്വയത്തിൽ തന്നെ അവർക്ക് പാപികളാണെന്നുള്ള ബോധ്യമുള്ളവരുമായി പലപ്പോഴും മറ്റ് സമൂഹം അവരെ മാറ്റി നിർത്തിയിരുന്നു. പ്രമുഖന്മാരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിച്ചിരുന്നില്ല. അങ്ങനെയുള്ളവർ വലിയ മാനസിക സംഘർഷത്തിന്റെ നടുവിലൂടെ പോകുമ്പോൾ പ്രത്യാശയ്ക്ക് യാതൊരു വകയുമില്ല എന്ന് സ്വയം ചിന്തിച്ച് പിന്മാറി ജീവിച്ചിരുന്നവർ യേശുദമ്പുരാന്റെ സാന്നിധ്യമുള്ളിടത്തേക്ക് ഓടി വന്നിരുന്നു എന്ന് കാണാൻ സാധിക്കും. കാരണം അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അത് യേശുദമ്പുരാന്റെ പക്കൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്നു. ചുങ്കക്കാരും പാപികളും മനസ്സ് തകർക്കപ്പെട്ട് പ്രയാസത്തിലൂടെയാണ് യേശുദമ്പുരാന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. പക്ഷെ അവർക്ക് ഒരു വലിയ സന്തോഷമായി, ഒരു പ്രത്യാശയായി, ഒരു പ്രതീക്ഷയായി യേശുദമ്പുരാന്റെ വചനങ്ങൾ മാറ്റപ്പെട്ടിരുന്നു. ആ ഒരു വലിയ ബോധ്യത്തിലൂടെയാണ് ഓരോ മനുഷ്യനും കർത്താവിന്റെ ഇടയിലേക്ക് കടന്നു വന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലക്ഷ്യവും ഇത് തന്നെയായിരിക്കണം. നമുക്കറിയാമെന്ന സമൂഹത്തിൽ പ്രമുഖന്മാരായ ആളുകൾ, വലിയ പണസ്വാധീനമുള്ളവർ, സാമൂഹിക തലങ്ങളിലൊക്കെ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ചേർത്ത് പിടിക്കുവാൻ അനേകമുണ്ട്. പക്ഷേങ്കിൽ ഈ പറയുന്നത് പോലെ പാപത്തിന്റെ അടിമത്തത്തിൽ പെട്ടുപോയവർ, എപ്പോഴെങ്കിലും പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലോ ബലഹീനതകൾ മൂലമൊക്കെ പാപങ്ങളിലകപ്പെട്ടു പോയ മനുഷ്യരുണ്ട്. അവർ വല്ലാതെ വിൽക്കുന്നു. അവർ വളരെ വിദൂരങ്ങളിൽ നിന്നുകൊണ്ട് ഒന്നടുത്തു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ ചേർത്ത് പിടിക്കുവാനായിട്ടുള്ള വലിയ ഒരു ചിന്തയാണ് ഈ വേദഭാഗത്തിലൂടെ യേശുദമ്പുരാൻ നൽകുന്നത്. ഒരു മകനും തിരിച്ചു വരുവാനാവാത്ത വിധം അകന്നു പോയിട്ടില്ല എന്ന് ഒരു പിതാവിൻ്റെ സ്നേഹത്തിലൂടെ കർത്താവ് നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കപ്പെടുന്ന ഒരു വേദഭാഗമാണ് മുടിയനായ പുത്രന്റെ കഥ. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: അവന് സുബോധം വന്നപ്പോൾ അവൻ എഴുന്നേറ്റു. ഒരു നല്ല ബോധ്യത്തിലൂടെ മാത്രമേ ദൈവസന്നിധിയിലേക്ക് ഒരു മനുഷ്യന് കടന്നു വരുവാൻ സാധിക്കൂ. ഒന്നാമതായിട്ട് അവൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം അവനുണ്ടാകുമെങ്കിൽ, എൻ്റെ പിതാവിൻ്റെ സന്നിധി ഏറ്റവും ശ്രേഷ്ഠമാണെന്നുള്ള ചിന്ത അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ, പലപ്പോഴുമൊക്കെ നമ്മളൊക്കെ ആയിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് പരാതി പറയുന്നവരാണ്. എനിക്കുള്ളതൊക്കെ ചിലപ്പോൾ കുറവാണെന്നോ, ഞാൻ ഇതിനേക്കാൾ കൂടുതൽ അർഹതപ്പെട്ടവനാണെന്നോ ഒക്കെയുള്ള ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും പിതാവിന്റെ സന്നിധിയിൽ നിന്ന് നാം അകറ്റി മാറ്റപ്പെട്ട വിദൂരങ്ങളിൽ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നുവെന്ന് നാം വിചാരിക്കുന്ന ചില ഇടങ്ങളിലായിരിക്കുമ്പോഴാണ് പിതാവിന്റെ സാന്നിധ്യമുള്ള ഇടത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ നാം തിരിച്ചറിയേണ്ടത് എൻ്റെ പിതാവിന്റെ സന്നിധി, എൻ്റെ പിതാവിന്റെ ആ ഇരിപ്പിടം, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിനോട് ചേർന്ന് ജീവിക്കുന്നതാണ് എനിക്ക് ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം തിരിച്ചറിയുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും കൊണ്ട് നമുക്കിടയാകും. ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ വന്നുപോയ അപരാധങ്ങളെ സ്വയം നമുക്ക് തിരിച്ചറിയാം. ആ കുറവുകൾ ദൈവസന്നിധിയിലേക്ക് പറയാം. എന്നിട്ട് ഇതാ നമുക്ക് വേണ്ടി കരങ്ങളെ മലർത്തി നമ്മളെ സ്വീകരിപ്പാൻ തക്കവണ്ണം
ആഗ്രഹിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. തീർച്ചയായിട്ടും ആ പിതാവ് നമ്മളെ മാറുകയാണെങ്കിൽ നമ്മുടെ കുറവുകളെ സകലതും ഇല്ലാതെയാകും. അതിനുവേണ്ടിയുള്ള ആ നല്ല പ്രത്യാശയോടെ ജീവിപ്പാൻ ബലഹീനരാകുന്നതൊക്കെയും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും